ഈ വ്യക്തിയുടെ ഇഷ്ടത്തിനാണ് ഈ റൂമെല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ വ്യക്തിയുടെ ഇഷ്ടമാണ് ഇങ്ങനെയുള്ള പടങ്ങൾ വരയ്ക്കുന്നത്. ഈ വ്യക്തിയുടെ ഇഷ്ടമാണ് ഇന്ന രീതിയിലൊക്കെ ചെയ്യുക എന്നുള്ളത്. ഈ വ്യക്തിയുടെ ചോയ്സ് അനുസരിച്ചാണ് ഞങ്ങൾ ഇന്നതൊക്കെ ചെയ്യുന്നത്. ഇത് കേൾക്കുമ്പോൾ ഈ വിക്ടിമിനൊരു ചോയ്സ് ഉണ്ടെന്നും ആ ചോയ്സ് സ്വന്തം ഇഷ്ടത്തോടെ സ്വന്തം കംഫർട്ട് അനുസരിച്ച് വിക്ടിം നടപ്പിലാക്കുന്നതാണ് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ എല്ലാവർക്കും ലഭിക്കും. ഇങ്ങനെ തോന്നുമ്പോൾ നമുക്ക് അവിടെ വിക്ടിമിൻ്റെ ഭാഗത്ത് വിക്ടിം സഫർ ചെയ്യാണ്. യഥാർത്ഥത്തിൽ വിക്ടിം എന്നുള്ള ആൾ അവിടെ സഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവർ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്, അവർക്ക് അവിടെ ബുദ്ധിമുട്ടുകളുണ്ട്, അവർ മാനസികമായിട്ട് തളർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് ആരും ചിന്തിക്കില്ല അല്ലേ? എല്ലാവരും കാണുന്നത് എന്താണ്? എല്ലാവരും കാണുന്നത് വിക്ടിമിൻ്റെ ചോയ്സ് അനുസരിച്ച് വിക്ടിം നല്ലൊരു ജീവിതം ജീവിക്കുന്നു. ആ ജീവിതത്തിന് വേണ്ടി ഈ ഒരു കുറ്റവാളിയായിട്ടുള്ള ആൾ ശരിക്കും എത്രമാത്രം ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ള നെറേറ്റീവാണ് അവിടെ കൊണ്ടുവരിക. ഈ ഒരു നെറേറ്റീവ് കൊണ്ടുവരുന്നതിലൂടെ സൊസൈറ്റൽ ആയിട്ടുള്ള ഒരു ഗ്യാസ് ലൈറ്റിംഗ് ആണ് നമുക്ക് കിട്ടുന്നത്. ഈ ഒരു പ്രശ്നം എന്തെങ്കിലും നമ്മൾ പറയുമ്പോൾ, നീ നിന്റെ ചോയ്സ് അനുസരിച്ചല്ലേ ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്, നീ നിന്റെ ഇഷ്ടത്തിനല്ലേ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തത്, പിന്നെ ഞങ്ങളും ആരും ഒന്നും പറഞ്ഞില്ലല്ലോ, പിന്നെ നീ എന്തിനാണ് ഇപ്പം ഇങ്ങനൊരു പരാതി പറയുന്നത്, നിന്റെ ഇഷ്ടത്തിനല്ലേ ഇന്ന കാര്യങ്ങളെല്ലാം മുൻപിൽ വന്നത്, എന്നിട്ടും ഈ വ്യക്തി നിന്നെ എത്രമാത്രം ടേക്ക് കെയർ ചെയ്യുന്നു എന്നുള്ള നെറേറ്റീവ്സ് ആണ് സൊസൈറ്റിയുടെ ഭാഗത്തുനിന്നും ഗ്യാസ് ലൈറ്റിംഗ് ആയിട്ട് നമുക്ക് ലഭിക്കുക. എന്നാൽ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് സഫർ ചെയ്യുന്ന വിക്ടിമിന് പോലും തിരിച്ചറിയില്ല എന്നുള്ളിടത്താണ് ആ ഒരു ഇൻറ്റൻഷണൽ ആയിട്ടുള്ള ഗ്യാസ് ലൈറ്റിംഗ് എത്രമാത്രം നമ്മളെ തളർത്തുന്നു എന്നുള്ളത് തിരിച്ചറിയാനായിട്ട്. അവർ കൊണ്ടുവരുന്ന ഒരു നെറേറ്റീവ് എന്നുള്ളത് ഇതെല്ലാം വിക്ടിമിൻ്റെ ചോയ്സ് ആണ് എന്നുള്ളത്. ആ ചോയ്സ് എടുക്കുന്നതിലേക്ക് വേണ്ടി എത്രമാത്രം ബാക്ക്ഗ്രൗണ്ടിലൂടെയുള്ള മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ടായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാനേ പറ്റുള്ളൂ.